ആണല്ലോ. വിജയിക്കാനുള്ളവരെ എങ്ങനെയാണ്? സ്വയം മോട്ടിവേറ്റഡ് ആയിട്ട് കഴിഞ്ഞോ അതേ ആരെങ്കിലും ഉന്തിത്തള്ളണോ? ആരും കിട്ടുന്നില്ലല്ലോ. വിജയിക്കാൻ തയ്യാറുള്ളവർ മാത്രം ഒന്ന് കൈപൊക്കി. ആണല്ലോ. സത്യമാണെങ്കിൽ അവരെല്ലാം മുന്നോട്ട് കയറി വരിക. ഇവിടെ ഗ്യാപ്പില്ലാതിരിക്കുക. വിജയിക്കാനുള്ളവർ മാത്രമാണെങ്കിൽ മുന്നോട്ട് വന്നാൽ മതി, അല്ലാത്തവർ വരണ്ട. പ്ലീസ്, വിജയിക്കാൻ താല്പര്യമുള്ളവർ മാത്രം മുന്നോട്ട് കയറി വരിക. ചായ ഇവിടെ കഴിഞ്ഞെങ്കിൽ, കാരണം സമയം പോവുകയാണ്. ഓക്കെ. അപ്പൊ ഇവിടെ എന്നെ നിഷിദ്ധമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ വന്നിരിക്കുന്ന ബിസിനസ് പ്ലാൻ കേൾക്കാൻ വന്നിരിക്കുന്നതും ക്രിപ്റ്റോ കറൻസി എന്താണെന്ന് അറിയാൻ വന്നിരിക്കുന്നവരായിട്ടുള്ളവരാ. ഇവിടെ ക്രിപ്റ്റോ കറൻസി ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ആളുകൾ എത്ര പേരുണ്ട്? വളരെ കുറച്ചേ ഉള്ളൂ. ഇപ്പൊ ബാക്കിയുള്ളവർ ആദ്യമായിട്ട് ക്രിപ്റ്റോ കറൻസിയെ പറ്റി ഒരു പ്രോഗ്രാമിൽ വന്ന എത്ര പേരുണ്ട്? ഓക്കെ, ഒരു ഇന്ററാക്ഷൻ സെക്ഷൻ പോലെ നമുക്ക് പോകാം. എന്തിനാണ് കറൻസി യൂസ് ചെയ്യുന്നത്? ആരെങ്കിലും ഓഡിയൻസ് ഇതെന്ന് പറയാൻ പറ്റുമോ? വിനിമയം. കറക്റ്റ്, വിനിമയം. വിനിമയത്തിനാണ് കറൻസി യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്രിപ്റ്റോ കറൻസി എന്തിനു വേണ്ടതാണ്? വിനിമയത്തിന് വേണം അല്ലേ? വിനിമയത്തിന് വേണ്ടിയിട്ടാണ് ഒരു കറൻസി, അല്ല ട്രേഡിങ്ങിന് വേണ്ടിയിട്ടാണോ? അല്ലല്ലോ. ഇവിടെ ക്രിപ്റ്റോ കറൻസിക്ക്, അതല്ലേ ഏതൊരു കറൻസി ആയിക്കോട്ടെ, അതിന് വാല്യൂ വരണം. എന്ത് ചെയ്യണം? അത് വിനിമയത്തിൽ വരണം. ഉദാഹരണമായിട്ട് നമുക്ക് പണ്ട് എന്ത് ചെയ്യുന്നു? ബാർട്ടർ സമ്പ്രദായമായിരുന്നു. ബാർട്ടർ സമ്പ്രദായത്തില് ഒരു വസ്തു കൊടുത്ത് വേറൊരാൾക്ക് മറ്റൊരു വസ്തു കൊടുക്കുന്ന വരുന്നു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യും? നാണയവും നോട്ടുമായിട്ട് മാറി അല്ലേ? ആ നാണയത്തിനും നോട്ടിനും എന്താണ് നമുക്കുണ്ടാവുന്ന ഒരു കുറവ്? ഒരിക്കലും നാണയമായിട്ട് ഹാൻഡിൽ ചെയ്യല് എളുപ്പമല്ല, ആണല്ലോ. നോട്ടാണെങ്കിലും അതേ അവസ്ഥ തന്നെ വരുന്നു. പിന്നെ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ കറൻസിയുടെ പ്രാധാന്യം അവിടെയാണ് വരുന്നത്. ഡിജിറ്റൽ കറൻസി നമുക്ക് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ ഡിജിറ്റൽ കറൻസി ആയിട്ട് വന്നു. ഏതാണ്? ഗൂഗിൾ പേ അല്ലേ? അല്ലെ പേടിഎം ഒക്കെ വന്ന സമയത്ത് പലർക്കും ജിപേ സ്വീകരിക്കത്തില്ല എന്ന് പല കടകളിലും എഴുതി വെച്ചിരുന്നു. കാരണം എന്താ? ഒരു പുതിയ കാര്യം വന്നപ്പോൾ ആർക്കും അത് ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നമുക്കൊരു 10 രൂപ 80 പൈസ ഒരു കടയിൽ കൊടുക്കണമെങ്കിൽ നോട്ടും നാണയം ഉപയോഗിച്ച് നടക്കുമോ? അവിടെയാണ് ഡിജിറ്റൽ കറൻസിയുടെ ഗുണം. ഏത് ചെറിയ ഫ്രാക്ഷൻ ആക്കി എടുക്കാനും ഡിജിറ്റൽ കറൻസി കൊണ്ട് നമുക്ക് സാധിക്കും. 10 രൂപ 80 പൈസ ഗൂഗിൾ പേ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും, പക്ഷെ നാണയമായിട്ടോ നോട്ടായിട്ടോ കൊടുക്കാൻ പറ്റില്ല. അവിടെയാണ് ഡിജിറ്റൽ കറൻസിയുടെ പ്രാധാന്യം. ഇനി ഡിജിറ്റൽ കറൻസി നമ്മളെ ഇവിടെ സംബന്ധിച്ചു കഴിയുമ്പോൾ, ഇപ്പൊ ക്രിപ്റ്റോ കറൻസി ആദ്യമായിട്ട് വന്നതാണ് ബിറ്റ്കോയിൻ. ബിറ്റ്കോയിൻ വന്നപ്പോൾ പലർക്കും ഇത് ഉൾക്കൊള്ളാൻ കഴിയാതിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് സെൻട്രലൈസ്ഡ് ആയിട്ട് ഒരു അതോറിറ്റി ഇല്ല എന്നുള്ളതാണ്. കാരണം ഇന്നിപ്പോ ഇന്ത്യൻ രൂപ നമ്മൾ ചെയ്യുന്ന എന്താണ്? RBI എന്ന സെൻട്രൽ അതോറിറ്റിയുടെ കീഴിൽ ലിക്വിഡിറ്റി ഗോൾഡായിട്ട് കീപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ കറൻസി അടിക്കുന്നത്. പക്ഷേ ബിറ്റ്കോയിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു അതോറിറ്റി ഇല്ല, മാത്രമല്ല രാജ്യാതിർത്തികളില്ല. അപ്പൊ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു അതോറിറ്റി ഇല്ലാതെ, ഒരു രാജ്യത്തിന്റെ നിയന്ത്രണമില്ലാത്ത ഒരു കറൻസി എന്ന് പറഞ്ഞപ്പോൾ പലർക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ആ കറൻസിയുടെ വളർച്ച മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. 2010 വെറും 5 പൈസ പോലും മൂല്യമില്ലാതിരുന്ന ഏതെങ്കിലും ലോകമോ ഏതെങ്കിലും കമ്പനിയുടെ ഷെയറോ ഇന്ന് 70 ലക്ഷത്തിന് മേളിൽ അല്ലെങ്കിൽ 75 ലക്ഷം രൂപ വില വരുന്നതായിട്ട് പറയാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? ഏതെങ്കിലും 16 വർഷം മുമ്പ് വെറും 5 പൈസ മൂല്യമുണ്ടായിരുന്ന ഒരു ഷെയറോ അല്ലെ ഒരു ലോഹമോ, അതിനെ ഒരിക്കലെങ്കിലും ഏതെങ്കിലും ലോഹമോ പറയാൻ പറ്റുമോ? പക്ഷെ ആ വളർച്ച നമുക്ക് അസാധ്യമെന്ന് സാധാരണക്കാർ പറയുന്നെങ്കിലും 2010 ക്രിപ്റ്റോ കറൻസി ലോകത്തിൽ ആദ്യത്തെ ഡീല് നടന്നത്. അതായത് 2 പിസ വാങ്ങാനായിട്ട് 10,000 ബിറ്റ്കോയിൻ വാങ്ങിക്കൊണ്ടാണ് ക്രിപ്റ്റോ കറൻസിയുടെ ലോകത്തിലെ ആദ്യത്തെ ഡീല് നടന്നത്. 2 പിസയുടെ മൂല്യം 500 രൂപ വെച്ച് കണക്കൂട്ടിയാൽ 10,000 ക്രിപ്റ്റോ കറൻസി 10,000 ബിറ്റ്കോയിൻ കൊടുത്തു. അപ്പൊ ഒരു ബിറ്റ്കോയിന് 5 പൈസ പോലും മൂല്യമില്ല. ഇന്ന് പക്ഷെ ഒരു ബിറ്റ്കോയിന്റെ മൂല്യം ഇന്ന് 77,000 USDT ആണ്. അപ്പൊ അത്രമാത്രം വളർച്ച ഉണ്ടാവുന്ന ഒരു ഇൻഡസ്ട്രി തന്നെയാണ് ക്രിപ്റ്റോ കറൻസി. അപ്പൊ നമ്മളിൽ പലർക്കും അത് അറിയാത്തത് കൊണ്ടാണ് ഇന്ന് അതിന്റെ വിനിമയം.
ഇവിടെയാണ് സെറയുടെ പ്രാധാന്യം. ബിറ്റ് കോയിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബിറ്റ് കോയിൻ എത്രയാണ് ടോട്ടൽ സപ്ലൈ എന്ന് നിങ്ങൾക്ക് അറിയോ? 2,10,00,000. ആ 2,10,00,000 കോയിന് ഉള്ളു എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രാധാന്യം. അൺലിമിറ്റഡ് കോയിൻ ഇല്ല. ഇവിടെ സെറ എത്രയാണ് ടോട്ടൽ സപ്ലൈ? സെറയുടെ ടോട്ടൽ സപ്ലൈ എത്രയാണ്? എത്ര? 3,10,00,000. 3,10,00,000 രൂപ സെറ ടോക്കൺ സപ്ലൈ ഉണ്ടെങ്കിൽ അതില് പിന്നീട് സർക്കുലേഷൻ സപ്ലൈയിൽ വരുമ്പോൾ ബേണിംഗ് മെക്കാനിസം കഴിയുമ്പോൾ പിന്നെ ബാക്കി എത്രയുണ്ട്? 2,10,00,000. അതായത് ബിറ്റ് കോയിന്റെ സപ്ലൈ സമമാണ് സെറ കോയിന്റെ സർക്കുലേഷൻ സപ്ലൈ. ലാസ്റ്റ് മൈനിങ് കഴിഞ്ഞ് വെളിയിൽ വന്നു കഴിയുമ്പോഴത്തേക്കും സമമായിട്ട് മാറും. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു കാര്യം. അപ്പൊ ബിറ്റ് കോയിനാണോ ഇന്ന് എക്കോസിസ്റ്റം കൂടുതലുള്ളത്, സെറയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ സെറയിലുള്ള എക്കോസിസ്റ്റമാണ് കൂടുതൽ എന്ന് എനിക്ക് പറയാൻ കഴിയും. കാരണം ഞാൻ 3 ആഴ്ച മുമ്പ് കൂടി ഞാൻ ഒരു വീട്ടിലേക്ക് ഒരു പുതിയ വാഷിംഗ് മെഷീൻ മേടിച്ചത്. എൻ്റെ വീട് അടിമാലിയാണ്. അടിമാലി ഓക്സിജന്റെ ഷോപ്പിൽ നിന്ന് സെറ ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ വാഷിംഗ് മെഷീൻ മേടിച്ചത്. ഇന്ന് ഇത്ര സിമ്പിളായിട്ട് വേറെ ഏത് കറൻസിക്ക് അതിന് സാധിക്കും. അപ്പൊ നമുക്ക് വിനിമയത്തിന് സാധാരണക്കാര് ഇവിടെ നമുക്ക് പെട്രോൾ അടിക്കാനും ഡീസൽ അടിക്കാനും ഓഫ്ലൈൻ ഓൺലൈൻ പർച്ചേസ് ചെയ്യാനും സാധിക്കുന്നുണ്ടെങ്കിൽ അതല്ലേ ഒരു കറൻസിയുടെ വിനിമയം. അപ്പൊ സാധാരണക്കാരന് വിനിമയം ചെയ്യാവുന്ന രീതിയിൽ ഈ സെറയുടെ ഉദ്ദേശം തന്നെയാണ്, അതാണ് മിഷൻ തന്നെ. അതാണ് ഏതൊരു സാധാരണക്കാരന്റെ വ്യക്തിയെയും ഏതൊരു മർച്ചന്റിനെയും എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത ഒരു ടോക്കണാണ് സെറ ടോക്കൺ. അത് മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ നിത്യജീവിതത്തില് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലേക്കാണ് ഇത് വരുന്നത്. അപ്പൊ ഈ വരുന്ന രീതിയിൽ വരുമ്പോൾ ഈ ക്രിപ്റ്റോ കറൻസി ഇതിനകത്ത് നമുക്ക് സെറയിലേക്ക് ചെയ്യാനാണ് എല്ലാവരും ഇവിടെ ബിസിനസ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഇൻകം എന്താണ്, ഇതിന്റെ സാധ്യത എന്താണ്, ഇതെല്ലാം മനസ്സിലാക്കാനാണ് വന്നത്. ഞാൻ ജസ്റ്റ് കറൻസി എന്താണെന്ന് പറഞ്ഞു തന്നു. അതിനകത്ത് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളും സമയം എൻ്റെ കയ്യിലുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വേഗത്തിലേക്ക് പോകുന്നത്. അതിനുശേഷം ആരെങ്കിലും ലാസ്റ്റ് സെക്ഷന് ശേഷം സംശയം ചോദിച്ചാൽ അത് ക്ലിയർ ചെയ്തിട്ട് പൊക്കോളാം. അപ്പൊ ഇവിടെ നമുക്ക് സാധാരണക്കാരന് വിനിമയം ചെയ്യാവുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇന്നിപ്പോ മാത്രമോ ഇതിന്റെ ആധികാരികത പറഞ്ഞു കഴിഞ്ഞാൽ 2000-ലധികം എയർപോർട്ടുകൾ, നമ്മുടെ കൊച്ചിൻ എയർപോർട്ട് അടക്കം 2000-ലധികം എയർപോർട്ടുകളിൽ നമ്മുടെ സെറ കാർഡ് ഉള്ളവർക്ക് VIP ലോഞ്ച് ആക്സസ് ഫ്രീ ആയിട്ടുണ്ട്. അപ്പൊ അത് തന്നെ പോലെ ഇതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്രമാത്രം വെറും ഒരു കറൻസി അല്ല, വെറും ഒരു ടോക്കൺ അല്ല, ട്രേഡിങ്ങിന് വേണ്ടി നിശ്ചയിച്ചതല്ല. നിങ്ങൾ ആദ്യം പ്ലേ ചെയ്ത വീഡിയോ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതിനകത്ത് പറയുന്നുണ്ട് സെറ വെറും ഒരു ട്രേഡിങ്ങിന് വേണ്ടി മാത്രം ഡെവലപ്പ് ചെയ്ത ടോക്കൺ അല്ല. അപ്പൊ ഈ ടോക്കണില് സെറയില് നമുക്ക് വരുമാനം ഉണ്ടാക്കാനാണ് വരുന്നത്. ശരിയല്ലേ? അപ്പൊ സെറ ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ വാഷിംഗ് മെഷീൻ മേടിച്ചെങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് വാങ്ങാം അല്ലേ? അപ്പൊ അവിടെ എന്താണ് ഗുണം? സെറ ടോക്കൺ ഉപയോഗിക്കുന്നവര് ടൈപ്പ് ചെയ്ത ഷോപ്പില് നമുക്ക് ക്യാഷ് ബാക്ക് ലഭിക്കും. സാധാരണ റിവാർഡ് പോയിന്റ് നമുക്ക് കിട്ടുന്ന റിഡീം ചെയ്ത് വേറെ എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ വാങ്ങണം അല്ലേ? പക്ഷെ ഇവിടെ റിഡീം ചെയ്ത് നമുക്ക് വരുന്നത് എന്താണ്? സെറ ടോക്കൺ ആയിട്ട് തന്നെയാണ് വീണ്ടും അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്. അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ നമ്മൾ എവിടെ നിന്നാണ് വാങ്ങുന്നത്? സെറ ടോക്കൺ നമ്മൾ വാങ്ങുന്നത് എങ്ങനെയാ? ഇന്ന് വരെ നമ്മൾ സാധാരണഗതിയിൽ പല ക്രിപ്റ്റോ കറൻസി പ്രോജക്റ്റുകളും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും കമ്പനിയുടെ അക്കൗണ്ടിൽ പൈസ കൊടുക്കും. അത് നേരത്തെ ക്യാഷ് ആയിട്ട് വാങ്ങിക്കുമായിരുന്നു. ഇപ്പൊ മാറ്റിയത് USDT ഒക്കെ എക്സ്ചേഞ്ച് ഫിനാൻസ് വഴി വാങ്ങിയിട്ട് ഏതെങ്കിലും കമ്പനിക്ക് അയച്ചു കൊടുക്കുമ്പോൾ അവരവരുടെ വെബ്സൈറ്റിൽ ടോക്കൺ എന്ന് പറഞ്ഞു തരും അല്ലേ? അപ്പൊ ഞാനൊരു കാര്യം ആദ്യം ചോദിക്കാം. എന്നിട്ട് പറയും ഇതെന്താണ് എക്സ്ചേഞ്ച് കാണില്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യമാണ്. എന്താണ് അവർ പറയുന്ന കാര്യം? സാറേ ഇപ്പൊ ഇത് ടോക്കണാണ്, ഇത് കോയിനാവാൻ പോകുന്നുള്ളൂ. ശരിയല്ലേ? അപ്പൊ എന്താ കോയിനും ടോക്കണും തമ്മിലുള്ള വ്യത്യാസം? ഹലോ, കോയിനും ടോക്കണും തമ്മിലുള്ള വ്യത്യാസം? സോറി, ഞാൻ തന്നെ പറയാം. സാധാരണഗതിയിൽ നമ്മൾ കേട്ടുന്നത് അങ്ങനെയാണോ എന്ന് നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. ആദ്യം ടോക്കൺ ആവും, ആ ടോക്കൺ ലിസ്റ്റ് ചെയ്ത് കോയിനാകും. ഇങ്ങനെയാണോ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന പലരും? ആണോ? ഇങ്ങനെയൊക്കെ ഇങ്ങനെ പഠിച്ചു വെച്ചിരിക്കുന്ന എത്ര പേര് ഈ കൂട്ടത്തിലുണ്ട്? ഓക്കെ, ഗുഡ്. അവർക്കൊരു നല്ല ക്ലാപ്പ് കൊടുത്ത്. കാരണം അവരെ തുറന്നു പറയാൻ തയ്യാറായി. മനസ്സിലായോ? സമൂഹത്തിൽ ആദ്യം ടോക്കൺ ആവും, ടോക്കൺ പിന്നെ കോയിൻ ആവും എന്ന് പറയും. നമുക്ക് ഇവിടെ തൊട്ടടുത്ത് എന്താണ് ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന സമയം MA യൂസുഫ് അലി സാറിന്റെ
എന്താണ്, ലുലു മാളുണ്ട് അല്ലേ? ഈ ലുലു മാളില് ഇദ്ദേഹത്തിൻ്റെതായ സ്വന്തം സ്ഥാപനങ്ങളുണ്ടോ? ലുലു കണക്ട് ഉണ്ട്, അതുപോലെ തന്നെ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. അങ്ങനെ പല സ്ഥാപനങ്ങളും ലുലുവിൻ്റെതായിട്ടുണ്ട്. അപ്പൊ ഈ സ്ഥാപനങ്ങള് ലുലു മാളിൽ വർക്ക് ചെയ്യാൻ അദ്ദേഹം ആർക്കെങ്കിലും സ്വന്തം സ്ഥാപനമാണ്, വാടക കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, ശരിയല്ലേ? അപ്പൊ അവരൊന്ന് ചോദിക്കാം, അദ്ദേഹം സ്വന്തം സ്ഥാപനം വർക്ക് ചെയ്യാൻ വേണ്ടി വാടക കൊടുക്കുന്നില്ല, പക്ഷെ ഈ സ്ഥാപനം റൺ ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാപനം കൊണ്ട് മാത്രം അത് വിജയിക്കുമോ? വിജയിക്കത്തില്ല. അപ്പൊ എന്ത് ചെയ്യും? ബാക്കിയുള്ള ഏരിയ വാടകയ്ക്ക് കൊടുക്കും. ശരിയാണോ? അപ്പൊ ഈ വാടകയ്ക്ക് കൊടുക്കുമ്പോൾ വാടകയ്ക്ക് എടുക്കാൻ പറ്റുന്നവർ അദ്ദേഹത്തിന്റെ അത്ര ആസ്തി ഇല്ലാത്തവരായിരിക്കില്ലേ? കാരണം ആസ്തി ഉണ്ടെങ്കിൽ അവർ ഇതുപോലെ മാള് പണിത് വീണ്ടും കടകൾ തുടങ്ങും അല്ലേ? അങ്ങനെയാണോ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ടൈറ്റിന്റെ ഷോറൂം ഉണ്ടോ? ലുലുല് തനിഷ്കിന്റെ ഷോറൂം ഉണ്ടോ? ഇതാരുടെ? ടാറ്റയുടെ അല്ലേ? റിലയൻസിന്റെ ഷോപ്പുകളുണ്ടോ? മാക്ഡൊണാൾഡ്സിന്റെ ഉണ്ടോ? അപ്പൊ ഇവരൊക്കെ യൂസഫ് അലിയെ കഴിഞ്ഞ് ചെറിയ ആളുകളാ അല്ല. അവരെന്താണ്? അവരിവിടെ ലുലു തുടങ്ങി. ലുലു ഓൾറെഡി മാൾ എന്ന രീതിയിൽ ഒരു ബ്രാൻഡായി മാറി. ആ ബ്രാൻഡില് അവര് വാടകയ്ക്ക് എടുത്തും വേറെ സ്ഥലം അവര് അന്വേഷിക്കേണ്ട. അവിടെ അവർക്ക് എന്ത് ചെയ്യുന്നു? അവിടെ അവർക്ക് സ്ഥാപനം നടത്താൻ ലാഭം ഉണ്ടാക്കാം. കാരണം ഓൾറെഡി കസ്റ്റമേഴ്സ് വന്ന ഏരിയയിൽ വേണം കച്ചവടം നടത്താൻ അല്ലേ? അതുകൊണ്ട് ലുലു മാളില് അതിലും വലിയ ആളുകള് വന്ന് അവിടെ കട തുടങ്ങി. ഇതേ കാര്യം, ഇതേ ഉദാഹരണം ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടോക്കണിന്റെ കാര്യത്തിലും കോയിന്റെ കാര്യത്തിലും എടുക്കാം. നമ്മുടെ സെറ കോയിൻ ഏത് ബ്ലോക്ക് ചെയിനിലാണ് വർക്ക് ചെയ്യുന്നത്? BEP20 അല്ലേ? BEP20 എന്ന ബ്ലോക്ക് ചെയിന്റെ ഉടമസ്ഥനാരാ? ബിനാൻസ് എന്ന് പറഞ്ഞ എക്സ്ചേഞ്ച് അല്ലേ? എല്ലാവർക്കും അറിയാലോ ബിനാൻസ്. ബിനാൻസ് അറിയാത്ത എത്ര പേരുണ്ട് ഇവിടെ? ബിനാൻസ് അറിയാലോ, അറിയില്ലാത്ത ആളുകളുണ്ട് അല്ലേ? ലോകത്തിലെ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകളിലെ ഒരു പ്രധാനപ്പെട്ട എക്സ്ചേഞ്ച് ആണ് ബിനാൻസ്. അപ്പൊ ബിനാൻസിന്റെ തന്നെ ബ്ലോക്ക് ചെയിൻ ആണ് BEP20 ആണല്ലോ. അപ്പൊ അവർക്ക് സ്വന്തം കോയിന് അല്ലേ, സ്വന്തം കറൻസി ഇറക്കാലോ. ബിനാൻസിന് സ്വന്തം കറൻസി ഉണ്ടോ? എന്തോ BNB, അതായത് BNB. അപ്പൊ നമ്മൾ പറഞ്ഞു ബിനാൻസ് എന്ന് പറഞ്ഞ എക്സ്ചേഞ്ച്, അതിന് ബ്ലോക്ക് ചെയിൻ BEP20, അതിന്റെ കറൻസി BNB ആണല്ലോ. അപ്പൊ ഇങ്ങനെ സ്വന്തം ബ്ലോക്ക് ചെയിനിൽ സ്വന്തം കറൻസി എടുക്കുന്നതിനെയാണ് കോയിൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അല്ലാത്തതോ മറ്റുള്ളവർ ഇതേ ബ്ലോക്ക് ചെയിനിൽ വർക്ക് ചെയ്യുമ്പോഴാണ് അതിന് ടോക്കൺ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ടോക്കണിന് മൂല്യക്കുറവുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, സാറിന്റെ പേരെന്താ? ജയപ്രകാശ് സാർ. ക്രിപ്റ്റോ ചെയ്യുന്നതല്ലേ? ആണല്ലോ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിനിമയത്തിലുള്ള ക്രിപ്റ്റോ കറൻസി ഏതാ? ബിറ്റ് കോയിനോ? ഞാൻ ചോദിച്ച വിനിമയത്തിലുള്ള ക്രിപ്റ്റോ കറൻസിയാണ് ചോദിച്ചത്. BNBയോ? കറക്റ്റ്. USDT ആണ്. പക്ഷെ USDTക്ക് എന്ത് വാലുണ്ട്? USDT BEP20, BRC20, പോളിഗൺ. ശരിയാണോ? അപ്പൊ അതിനർത്ഥം എന്താ? USDT സ്വന്തമായിട്ടുള്ള ബ്ലോക്ക് ചെയിനിലല്ല വർക്ക് ചെയ്യുന്നത്, മറ്റോരോ ബ്ലോക്ക് ചെയിനിൽ വർക്ക് ചെയ്യുന്നു. പരസ്പരം പ്രിന്റ് ചെയ്ത് മാറ്റുകയും ചെയ്യാം ആണല്ലോ. അപ്പൊ USDT എന്താണ്? ടോക്കൺ ആണ്. മനസ്സിലായോ? USDT ഒരിക്കലും കോയിനല്ല, ടോക്കൺ ആണ്. അപ്പൊ മൂല്യക്കുറവുണ്ടോ? അപ്പൊ ടോക്കൺ ആയി എന്ന് വെച്ച് ഒരു കുഴപ്പമില്ല. പിന്നെ എന്തിനാണ് ഇപ്പൊ ടാറ്റ അല്ലെങ്കിൽ മാക്ഡൊണാൾഡ്സ് സ്വന്തം സ്ഥാപനം തുടങ്ങി, സ്വന്തം സ്ഥലം മേടിച്ച് മോള് തുടങ്ങി പണിത് സ്വന്തം സ്ഥാപനം ഇടുന്നതാണോ ലുലു മാളിൽ ഇട്ടാലാണോ കച്ചവടം കൂടുതൽ കിട്ടുക? ലുലു മാളില് ആണല്ലോ. അപ്പൊ എന്തുകൊണ്ട് സെറ BEP20 തെരഞ്ഞെടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സിമ്പിൾ ഉദാഹരണം ഇത്രേ ഉള്ളൂ. ബിനാൻസ് എന്ന എക്സ്ചേഞ്ച് എല്ലാവർക്കും അറിയാം. അതിന്റെ ബ്ലോക്ക് ചെയിനിൽ, അതായത് ബിനാൻസിനെ ലിസ്റ്റ് ചെയ്യാനുള്ള എളുപ്പത്തിനാണ്. ഇനി സെറ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടയർ 1 ലിസ്റ്റ് ചെയ്യാൻ, ബിനാൻസിൽ ലിസ്റ്റ് ചെയ്യാൻ അവർ പറയുന്ന ഒരു കാര്യമാണ്, ഇത്ര മിനിമം കമ്മ്യൂണിറ്റി വേണം, പിന്നെ ആ ലിക്വിഡിറ്റി അവരുടെ കോയിനായ BNB ആയിട്ട് ഇത്ര ശതമാനം കീപ്പ് ചെയ്യണം. ഇതെല്ലാം അവരുടെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം സാധിക്കാൻ നമുക്ക് എളുപ്പം BNBയിൽ ചെയ്യുകയാണ്. ഇനി BNBയിൽ സെറ ടോക്കൺ അവിടെ കൊണ്ടുവന്നു. സെറ ടോക്കൺ BEP20 വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ അതിനെന്ത് ചെയ്യുന്നു? ഒരു വാടക കിട്ടുന്നു അല്ലേ?
വാടക കിട്ടണ്ടേ? കാരണം ലുലുമാളിന്റെ വാടക കിട്ടുന്നു എന്ന് പറഞ്ഞ പോലെ BNB വർക്ക് ചെയ്യാൻ ബിനാൻസിന് ആരും വാടക കൊടുക്കുന്നില്ല. പക്ഷേ ഈ BNB എന്ന ബ്ലോക്ക് ചെയിൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ള ടോക്കണുകൾ BEP20 സപ്പോർട്ടിംഗ് ടോക്കണായിട്ട് ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും? അവിടെ ഗ്യാസ് ഫീ കിട്ടും അല്ലേ? അപ്പൊ വാടക കിട്ടിയോ? ആണല്ലോ. അപ്പൊ ഇവിടെ നമ്മുടെ സെറയെ സംബന്ധിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? സെറയെ സംബന്ധിച്ച് സെറ ടോക്കൺ 3,10,00,000 ഉണ്ടാക്കിയിട്ട് അതിന്റെ ഓണർഷിപ്പ് റിനൗൺസ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഓണർഷിപ്പ് ഉടമസ്ഥാവകാശം ഉപേക്ഷിച്ചുകൊണ്ട് എന്താ കാര്യം? ഇനി ആ ടോക്കൺ എന്താണ്? സ്വതന്ത്രമാക്കി. ആ സ്വതന്ത്രമായ ടോക്കണ് ഇനി ആർക്കും എണ്ണം കൂട്ടാനോ കുറയ്ക്കാനോ കഴിയില്ല. മാത്രമല്ല അതിന്റെ വാല്യൂവിനും ഇടപെടാൻ പറ്റത്തില്ല. അത് ബ്ലോക്ക് ചെയിൻ സിസ്റ്റത്തിൽ പ്രവർത്തിക്കും. എന്താണ് ബ്ലോക്ക് ചെയിൻ സിസ്റ്റത്തിന്റെ പ്രത്യേകത? ക്രിപ്റ്റോ കറൻസി എന്ന പേര് വരാൻ കാര്യം ബ്ലോക്ക് ചെയിൻ സിസ്റ്റത്തിലെ ക്രിപ്റ്റോഗ്രാഫി എന്ന ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പൊ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ സുരക്ഷിതത്വമാണ്, ട്രാൻസ്പെയറന്റ് ആണത്. ലോകത്തെ ഏത് വ്യക്തിയും അതിലെ ഓരോ ട്രാൻസാക്ഷനും അറിയാൻ കഴിയും. രണ്ടാമത്തെ കാര്യം, ഓരോ ബ്ലോക്കുകളായിട്ട് അത് ഡേറ്റ കീപ്പ് ചെയ്യുന്നതുകൊണ്ട് അത് സെൻട്രലൈസ്ഡ് ആയിട്ടല്ല, അതായത് ഒരു സെർവറിലോ ഒരു സിസ്റ്റത്തിലോ മാത്രമായിട്ട് കീപ്പ് ചെയ്യുന്നതിന് പകരം വികേന്ദ്രീകൃതമായിട്ട് തന്നെയാണ്, ഡീസെൻട്രലൈസ്ഡ് ആയിട്ടാണ് അതിന്റെ ഡേറ്റ കീപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ ഒരു ഡേറ്റ ഡിലറ്റ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ കഴിയില്ല. പകരം എന്ത് ചെയ്യും? കൂട്ടിച്ചേർക്കലുകൾ മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് ബ്ലോക്ക് ചെയിൻ. അതുകൊണ്ടാണ് ഇപ്പൊ പല ഭാഗങ്ങളും അതിലേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ ബ്ലോക്ക് ചെയിൻ സിസ്റ്റം BEP20 വർക്ക് ചെയ്യുന്ന ടോക്കൺ ആണ് സെറ. അപ്പൊ ഇവിടെ ക്രിപ്റ്റോ കറൻസിയുടെ ആധികാരികത എന്ന് പറഞ്ഞാൽ സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറൻസി ആണ്. 2, അതിനകത്ത് മാനിപ്പുലേഷൻ നടക്കത്തില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു ഗുണം. അപ്പൊ അങ്ങനെ വർക്ക് ചെയ്യുന്ന സെറ എന്ന് പറഞ്ഞ ടോക്കൺ നമുക്ക് ഇവിടെ വന്നു. അത് BEP20 വർക്ക് ചെയ്യുന്നു. BNB ആയിട്ട് അതിന്റെ ഗ്യാസ് ഫീ പോകണു. അപ്പൊ അതിന്റെ ഓണർഷിപ്പ് ഉപേക്ഷിച്ചിരിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യും? ക്രിപ്റ്റോ കറൻസി ലോകത്തിൽ അല്ലെങ്കിൽ ഈ സിസ്റ്റം ലോകത്തിലുള്ളിടത്തോളം കാലം നമ്മുടെ സെറ കോയിൻ ഇവിടെ നിൽക്കും. ശരിയാണോ? പിന്നെ എന്താ ചെയ്യണേ? ഇതിന് മൂല്യം ഉണ്ടാവണം അല്ലേ? മൂല്യം ഉണ്ടാവണേ ചെയ്യണേ എന്ത് ചെയ്യണം? ഇത് വാങ്ങാനും വിൽക്കാനും വേണം. അതിനെന്ത് ചെയ്തു? ആദ്യം പാൻകേക്ക് സാപ്പ് എന്ന ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചില് അവിടെ ഇത് ലിസ്റ്റ് ചെയ്ത് അതിന്റെ ലിക്വിഡിറ്റി അവിടെ 9/1/2029 വരെ ലോക്ക് ചെയ്തിട്ട് ഓക്കെ, ആ ലോക്ക് ചെയ്തിട്ട് അത് എന്തായിട്ടാണ് അവിടെ ലിക്വിഡിറ്റി കീപ്പ് ചെയ്യുന്നത്? BNB അല്ലേ? അപ്പൊ സെറയുടെ ആദ്യം കാണിച്ച നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, 36-32 വില കാണിച്ചിരുന്നു. ശരിയല്ല? ആദ്യം കാണിച്ച വീഡിയോകളില് എങ്ങനെയാണെന്ന് വെച്ചാൽ BNBയുടെ വില $1,400 കയറിപ്പോയപ്പം ആ സമയം സെറ കോയിന്റെ വില അതനുസരിച്ച് കൂടി. അപ്പൊ സെറയുടെ വിലയെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ലിക്വിഡിറ്റി അല്ലേ? നമ്മുടെ ഇന്ത്യൻ രൂപ സ്വർണ്ണത്തിന് ലിക്വിഡിറ്റി കീപ്പ് ചെയ്യുമ്പോൾ സ്വർണ്ണത്തിന് വില ഉയർന്നാൽ എന്ത് ചെയ്യും? രൂപയുടെ മൂല്യം ഉയർന്നു എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഇവിടെ BNBയുടെ മൂല്യം ഉയർന്ന സെറയുടെ മൂല്യമുള്ളൂ. അത് മാത്രമാണോ? ഡിമാൻഡ് വേണം അല്ലേ? ഏതൊരു പ്രോഡക്റ്റിനും വില ഉണ്ടാക്കുന്നത് എങ്ങനെയാ? ഡിമാൻഡ് അല്ലേ? അതിന്റെ വിനിമയം ഉണ്ടെങ്കിൽ, നമ്മുടെ വിനിമയം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, വാഷിംഗ് മെഷീൻ മേടിച്ചു എന്ന് പറഞ്ഞു, അത് മാത്രമാണോ ഉള്ളത്? അല്ലല്ലോ. ആദ്യം ഇവര് വന്നത് സെറ ടോക്കൺ പാൻകേക്ക് സാപ്പിൽ ലിസ്റ്റ് ചെയ്തതിന് ശേഷം അവർ ചെയ്തത് വിസ ആൻഡ് മാസ്റ്റർ കാർഡും പേപ്പാലുമായിട്ട് ലിക്വിഡിറ്റി, മാസ്റ്റർ കാർഡിലും പേപ്പാലിലും ലിക്വിഡിറ്റി ഉണ്ട്. അതിൽ രണ്ടിലും ഇത് മാറിയെടുക്കാവുന്ന സിസ്റ്റമാണ് ആദ്യം വന്നത്. അതിനുശേഷം അവർ തോന്നുന്നു അപ്പൊ നമുക്കിവിടെ ഈ പറഞ്ഞ കാര്യത്തിനകത്ത് എല്ലാവരും തിരക്കിലാണ് നിൽക്കുന്നത്, സ്പീഡിലാക്കി വെക്കാം. ഓക്കെ, ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് പാൻകേക്ക് സാപ്പില് ഇവർക്ക് ലിക്വിഡിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത വിനിമയത്തിനുണ്ടാകും. വിനിമയത്തിന് എന്താ ചെയ്തത്? വിനിമയത്തിന് ആദ്യം വിസ കൊണ്ടുവന്നു, മാസ്റ്റർ കാർഡ് കൊണ്ടുവന്നു, വിസ കാർഡ് കൊണ്ടുവന്നു, ഫിസിക്കൽ കാർഡ് കൊണ്ടുവന്നു. ആദ്യം 3 രാജ്യങ്ങളിലേക്കാണ് റെമിറ്റൻസ് കൊണ്ടുവന്നത്. ഇപ്പൊ 100-ലധികം രാജ്യങ്ങളിൽ റെമിറ്റൻസ് ഉണ്ട് അല്ലേ? അപ്പൊ ഇത് കൂടാതെ എന്ത് ചെയ്യുന്നു? നമുക്ക് എക്സ്ചേഞ്ചിൽ കൊണ്ടുവന്ന് വേറെ ഏത് കോയിനും ആക്കാൻ പറ്റും.
അപ്പൊ വിനിമയത്തിനുള്ള ഉപാധികളായല്ലോ, അപ്പൊ കോയിന് ഡിമാൻഡായില്ലേ? അപ്പൊ ഡിമാൻഡായിട്ട് ഈ കോയിൻ നമ്മൾ അപ്പൊ വാങ്ങാൻ തയ്യാറാവും. ശരിയല്ലേ? ഈ പോയിന്റിലേക്ക് വന്ന് ഇപ്പൊ എന്തൊരു സേവനം വാങ്ങണമെന്ന് വെച്ചാൽ നമുക്ക് വിനിമയത്തിന് ഉപയോഗിക്കുന്ന ഒരു ടോക്കൺ ആണ്. ഇത്രയും ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പൊ ഇനി നമുക്ക് ഈ ടോക്കൺ അതിൽ നമുക്കുണ്ടാവുന്ന ഏണിങ്സ് ആണ്. ഇനി ചോദ്യം, നമുക്ക് സെറ ടോക്കണില് ഇൻകം കിട്ടാൻ വേണ്ടി, ഫസ്റ്റ് ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിയിട്ട് സ്റ്റേക്ക് ചെയ്യൊന്നും വേണ്ട. നമ്മൾ വാങ്ങി നമ്മുടെ വാലറ്റിൽ ഇട്ടാൽ നമുക്ക് ഇൻകം കിട്ടും. അതിനു മുമ്പ് ഉപയോഗിക്കാനാണ് വരുന്നത്. വാലറ്റിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വാങ്ങില്ലേ? സേഫ് വാലറ്റ് ആവാം, ടോക്കൺ വാലറ്റ് ആവാം, ട്രസ്റ്റ് വാലറ്റ് ആവാം. അതിൽ നമ്മൾ വാങ്ങിയിട്ടാൽ നമുക്ക് ഇൻകം കിട്ടും. അത് എത്രയാണ്? അതാണ് ഈ കാണിക്കുന്നത് നോ ലോക്ക്. നോ ലോക്കില് നമുക്ക് 0.1% കിട്ടും. ഇത് കിട്ടാറുണ്ടോ? ശ്രദ്ധിക്കാറുണ്ടോ? അപ്പൊ നമുക്ക് മനസ്സിലാക്കണം 1% നമുക്ക് സെറ ടോക്കണിൽ, അതായത് നമ്മൾ ആരുടെ കയ്യിലും കൊടുക്കണ്ട, നമ്മുടെ വാലറ്റിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് വാങ്ങിയിട്ടാൽ നമുക്ക് ഫ്രീ കോയിൻ കിട്ടും. ഇതെങ്ങനെ കിട്ടുന്നത്? ട്രേഡിങ്ങിനൊന്നും ചെയ്തിട്ടല്ല. കാരണം 3,10,00,000 കോയിനില് നമുക്ക് തരാനായിട്ട് എന്താണ് കമ്പനി പിങ്ക് ലോക്കറിൽ വെച്ചിരിക്കുന്ന ലോക്ക് ചെയ്ത് മൈനിങ്ങിൽ വന്നിരിക്കുന്ന ഫ്രീ കോയിനാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അത് 1% കിട്ടും. ഇനി അത് നമുക്ക് 30 ദിവസത്തേക്ക് ലോക്ക് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്ന 360 ദിവസത്തേക്ക് ലോക്ക് ചെയ്യുവാണെങ്കിൽ, അതായത് നമ്മൾ സാധാരണ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സേവിങ് ബാങ്കിൽ വാങ്ങിയിടില്ലേ? അപ്പൊ കാശ് വയ്ക്കുമല്ലോ, ഗൂഗിൾ പേ ചെയ്ത് സാപ്പ് ചെയ്യും. അതിനാണ് നമുക്ക് ഒരു 3% കിട്ടുന്ന പോലെ 0.1 കിട്ടും. ഇത് FD-യിലേക്ക് മാറ്റിയാലോ? FD-യിലേക്ക് മാറ്റിയ ഇൻട്രസ്റ്റ് കൂടുതൽ കിട്ടില്ലേ? അതുപോലെയാണ് നമുക്ക് ഇപ്പൊ ആവറേജ് ഞാൻ പറയാം, 0.8% പെർ ഡേ നമുക്ക് കിട്ടും. ഈ പെർ ഡേ നമുക്ക് 0.8% കിട്ടുന്നത് സെറ കോയിന്റെ എണ്ണത്തിനാണോ കിട്ടുന്നത്? സെറ ടോക്കണിന്റെ എണ്ണത്തിനാണോ? ഒരിക്കലുമല്ല. നമ്മള് ഇപ്പൊ ഒരു 1,00,000 രൂപയ്ക്ക് നമ്മൾ ടോക്കൺ വാങ്ങിയാൽ, ആ ടോക്കൺ വാങ്ങി ലോക്കറിലേക്ക് വെച്ചാൽ അത് നമുക്ക് 360 ദിവസം കഴിയുമ്പോൾ നമുക്ക് ലോക്കറിൽ നിന്ന് കിട്ടും. അത് സ്വർണം വാങ്ങി വെക്കണ പോലെ വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ വിലയായിരിക്കും അത്രയും ടോക്കണിന് കിട്ടുക. പക്ഷെ പിന്നീട് നമുക്ക് ഓരോ ദിവസവും കിട്ടുന്ന ടോക്കൺ, ഫ്രീ ടോക്കൺ എന്ന് പറയുന്നത് എയർ ഡ്രോപ്പ് കിട്ടുന്നത് 1,00,000 രൂപയുടെ 0.8 ആണ്. അതായത് 800 രൂപയ്ക്കാണ് ഓരോ ദിവസവും നമുക്ക് ടോക്കൺ കിട്ടുന്നത്, ഏകദേശം ആവറേജ്. അതായത് വില ടോക്കൺ കുറഞ്ഞാലോ അളവ് കൂടുതൽ കിട്ടും, വില കൂടിയാൽ അളവ് അതനുസരിച്ച് കുറയും. അതുകൊണ്ട് തന്നെ നമുക്കൊരു 10,00,000 രൂപയ്ക്ക് നമ്മൾ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ടോക്കൺ വാങ്ങിയാൽ നമുക്ക് ഒരു ദിവസം 8,000 രൂപ വെച്ച് കഴിഞ്ഞ് 360 ദിവസം കിട്ടിയാൽ ഏകദേശം 30,00,000 രൂപയുടെ ടോക്കൺ നമുക്ക് ഫ്രീ കിട്ടും. ശരിയാണോ? ഇവിടെ എന്തെങ്കിലും നഷ്ടസാധ്യതയുണ്ടോ? ഒരു നഷ്ടസാധ്യതയില്ല. അപ്പോഴും നമ്മൾ മുതൽ എവിടെയായിരിക്കുന്നത്? ലോക്കറിൽ ഇരിക്കുന്നു. ക്ലിയർ ആയോ? അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് 360 ദിവസം വെച്ച് നമുക്ക് കിട്ടുന്ന ഇൻകമാണ് നമുക്ക് കിട്ടുന്നത്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുവാണോ? അല്ല, നമ്മുടെ വാലറ്റില് നമ്മൾ ടോക്കൺ വാങ്ങി വെക്കുന്നു. ഇതിനകത്താണ് പലർക്കും സംശയമുള്ളത്. മറ്റു പല കാര്യങ്ങളിലും നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ മറ്റ് എക്സ്ചേഞ്ചുകളിൽ നിന്ന് ടോക്കൺ വാങ്ങിയിട്ട് ഇവർ പറയുന്ന വാലറ്റ് അഡ്രസ്സിൽ അയച്ചു കൊടുക്കും. പിന്നീട് അവർ ട്രേഡ് ചെയ്തും മറ്റു കാര്യങ്ങൾ ചെയ്തും നമുക്ക് റിട്ടേൺ തരുമെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ നമുക്ക് ഒരിക്കലും ഒരു ബിസിനസ് ചെയ്ത് പ്രോഫിറ്റ് അല്ല തരുന്നത്. ഇവർ ലിമിറ്റഡ് കോയിൻ 3,10,00,000 വെച്ചതിൽ 85,000 കോയിന്, 85 ലക്ഷം കോയിന് ഇതിന്റെ ഡെവലപ്മെന്റ്സിനായിട്ട് ഡെവലപ്മെന്റ് ടീമുണ്ട്. 21 ലക്ഷം കോയിന് ലോക്ക് ചെയ്തിട്ടുണ്ട്. കമ്പനി അപ്പൊ എവിടെയാണ് ലോക്ക് ചെയ്തേക്കണേ? കമ്പനിയുടെ ഒരു ആവശ്യത്തിനുള്ള, അതായത് ഡെവലപ്പറുടെ 21 ലക്ഷം കോയിനും വേറെ 85 ലക്ഷം കോയിനും പിങ്ക് ലോക്കറിൽ ലോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കത് നോക്കാം. അപ്പൊ 1,06,00,000 കോയിന് കമ്പനി അതിന്റെ ആവശ്യത്തിന് ലോക്ക് ചെയ്തിട്ട് ബാലൻസ് ഉള്ള കോയിൻ നമുക്ക് കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് തരുന്ന ഒരു സിസ്റ്റമാണിത്. അപ്പൊ അതിനകത്ത് നമുക്കൊരു സംശയമുണ്ട്, നമുക്ക് ഇത് നിർത്തി എടുത്തോണ്ട് പോകാം. അവിടെയാണ് ഈ പറഞ്ഞ കോയിന്റെ ഉടമസ്ഥാവകാശം റിനൗൺസ് ചെയ്തിരിക്കുക, അവർക്ക് എടുക്കാൻ പറ്റത്തില്ല, ഇതിന്റെ ലിക്വിഡിറ്റി ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇനി അത് എത്ര ആണെന്ന് പറയാം. 85 ലക്ഷം കോയിനിൽ 8,500 കോയിൻ വെച്ച് 1000 ദിവസം ഒരു വാലറ്റിലേക്ക് പോകുന്നുണ്ട്. അത് നമുക്ക് നോക്കിയാൽ അറിയാം. കാരണം ഇതെന്താണ്?
ബ്ലോക്ക് ചെയിനിൽ വർക്ക് ചെയ്തതുകൊണ്ട് അറിയാൻ പറ്റും. ഇതെല്ലാം ഞാനിവിടെ കാണിച്ചു തരാം. അപ്പൊ അങ്ങനെ 1000 ദിവസം പോകുമ്പോൾ അതെന്ത് ഇവരുടെ ഡെവലപ്മെന്റ്സിന് യൂസ് ചെയ്യുന്നു. ബാക്കി 21 ലക്ഷം കോയിന്. ഈ 21 ലക്ഷം കോയിൻ എങ്ങനെയാണ് പോകുന്നത്? ഒരാഴ്ചയിൽ 3990 കോയിൻ വെച്ചിട്ട് 31/12/2035 ലാസ്റ്റ് കോയിൻ 21 ലക്ഷം കോയിൻ ലോക്ക് ചെയ്തേക്കണേന് പോവുക. അത് ആഴ്ചയിൽ 31/12/2000. അപ്പൊ എത്ര വർഷം എടുക്കും? 10 കൊല്ലമാണോ? ശരിയാണല്ലോ. അപ്പൊ ഇനി ഇവരുടെ അടുത്ത് കാണിച്ചു തരാം. ഇതിനകത്ത് ഇവര് പറഞ്ഞിരിക്കുന്ന വീഡിയോയിൽ കണ്ടല്ലോ. ഞാൻ ഈ കോയിനിൽ വിശ്വസിക്കുന്ന ഒരു മെയിൻ കാര്യം, അതിന്റെ അവരുടെ തന്നെ പവർ പോയിന്റ് പ്രസന്റേഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ റൂട്ട് മാപ്പ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഈ റൂട്ട് മാപ്പ് പ്രകാരം ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇവർ എന്നെ അട്രാക്ട് ചെയ്തൊരു കാര്യം, 2028 ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വാർട്ടറിൽ ടയർ 1 എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യും. ഇതിന് ട്രേഡിങ്ങിനായിട്ട്. ഇപ്പൊ ടയർ 1 എക്സ്ചേഞ്ച് എവിടെയാ? ഫിനാൻസ് വേൾഡ് എക്സ്ചേഞ്ചുകളിൽ. പക്ഷെ അതിലും കൂടുതൽ സാധ്യത ഇവർ പറഞ്ഞിട്ടുണ്ട് 2027 തേർഡ് ആൻഡ് ഫോർത്ത് ക്വാർട്ടറിൽ ഇ കൊമേഴ്സ് കമ്പനികളും ഫിൻടെക് കമ്പനികളുമായിട്ട് ടൈപ്പ്. ഇതാരെങ്കിലും പറഞ്ഞിരുന്നത് നിങ്ങളുടെ അടുത്ത്? ഫിൻടെക് കമ്പനികൾ എന്താണ് നിങ്ങൾക്ക് അറിയോ? ഇന്നലെ ഒരു ഫിൻടെക് കമ്പനിയുടെ ബാങ്കിങ് ലൈസൻസ് റദ്ദാക്കി RBI. ഏത് കമ്പനിയാ? പേടിഎം. പേടിഎമ്മിന്റെ ബാങ്കിങ് ലൈസൻസ് എടുത്ത്. അപ്പൊ പേടിഎം, ഗൂഗിൾ പേ പോലുള്ള ഫിൻടെക് കമ്പനികളുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? നമ്മളെ നാളെ ഗൂഗിൾ പേ യൂസ് ചെയ്യണ പോലെ ഉപയോഗിക്കാൻ പറ്റില്ല 2027. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് ആയതുകൊണ്ട് അത് വരും എന്നുള്ളത്. അതാണ് എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. രണ്ടാമത്തെ കാര്യം, ഇനി ഇതിനകത്ത് കമ്പനി നിലനിൽക്കുമോ പൊളിയോ എന്നുള്ള ചോദ്യമാണ് പറയുന്നത്. ഈ 21 ലക്ഷം കോയിന് ആർക്കാണ് 10 കൊല്ലം കൊണ്ട് ഇരുന്നത്? ഡെവലപ്പേഴ്സിന് അല്ലെ? ഇതിന്റെ ഡെവലപ്പർക്ക് 10 കൊല്ലം കൊണ്ട്. ഡെവലപ്പറുടെ ടീമിന്റെ കയ്യിൽ കോയിൻ ഉണ്ടോ? ഇല്ല. അവര് നമുക്ക് അത് AVE.ai എന്ന് പറഞ്ഞ സൈറ്റിൽ പോയി നോക്കി അറിയാം. അവർ ഓരോ ദിവസവും അത് സ്വാപ്പ് ചെയ്യുകയും അല്ലെങ്കിൽ എക്സ്ചേഞ്ചിൽ വിൽക്കുകയും ഫണ്ട് എടുക്കുകയും ചെലവാക്കുകയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതൊരു വിശ്വാസമുള്ള കാര്യമാണ്. അപ്പൊ അവിടെ ഈ പറഞ്ഞ 21 ലക്ഷം കോയിൻ കിട്ടുമ്പോൾ അത് എത്ര ശതമാനമാണ് ടോട്ടൽ സർക്കുലേഷൻ ചെയിൻ്റെ? ടോട്ടൽ സർക്കുലേഷൻ ചെയിനകത്ത് എത്ര കോയിൻ ടോക്കണാണ് ലാസ്റ്റ് വരിക? 2,10,00,000 അല്ലേ? 2,10,00,000 10% എത്രയാ? 21 ലക്ഷമാണോ? അതാർക്കാ കിട്ടുന്നത്? ഡെവലപ്പർക്കാണോ? അപ്പൊ ഈ പ്രോജക്റ്റ് 10 വർഷവും അത് കഴിഞ്ഞ് നിലനിൽക്കേണ്ട ആരുടെ ആവശ്യമാണ്? ഡെവലപ്പറുടെ ആവശ്യമാണ് അല്ലേ? നമ്മുടെ ആവശ്യമല്ല. നമ്മളെ പോലെ കോടിക്കണക്കിന് ആളുകൾ വാങ്ങി വിനിമയം ചെയ്യുന്ന ടോട്ടൽ ചെയ്യുന്ന ഒരു കറൻസിയുടെ 10% ഡെവലപ്പറുടെ കയ്യിലിരിക്കുകയാണെങ്കിൽ അയാൾ ഇനി വേറെ പണിക്ക് പോകണോ ഈ പൈസ അടിച്ചതുകൊണ്ട്? അതെയോ ഇത് നേരെയാക്കിയാൽ മതിയോ? മനസ്സിലായോ? ഇതാണ് നിങ്ങളുടെ മുന്നിലുള്ള സാധ്യത. ഇതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ ഇനി അടുത്തത് എന്താണ്? ആദ്യം നമുക്ക് കോയിൻ ഉപയോഗിക്കുന്ന വഴി നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും. 2 നമുക്ക് 1% ഉപയോഗിക്കാൻ വേണ്ടി ലോക്ക് ചെയ്യാതിരുന്നാൽ കിട്ടും. 8% നമുക്ക് ലോക്ക് ചെയ്താൽ കിട്ടും അല്ലേ? ഡെയിലി കിട്ടും. ഇനി എന്താണ് കിട്ടുന്നത്? കമ്പനി ഫ്രീ കോയിൻ തരുന്നത് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യണം. ഫിനാൻഷ്യൽ ലിസ്റ്റ് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യണം അല്ലേ? കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യണതിന് നമുക്ക് എന്താണ് ഇൻകം കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ പാൻകേക്കിലാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യം. ഇവിടെ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ഈ പറയുന്ന 3 ബെനിഫിറ്റ് മേടിച്ചു. പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചു, അതിന്റെ ഇൻകം മേടിച്ചു, അടുത്തത് അതിന്റെ ബാലൻസ് കിടക്കുന്നതിന് 1% മേടിച്ചു, ലോക്ക് ചെയ്തതിന് മേടിച്ചു. ഈ ബെനിഫിറ്റ് കിട്ടുന്ന കാര്യം നമുക്ക് കിട്ടണ കാര്യം മറ്റുള്ളവരോട് ചെയ്താലേ കമ്പനി തരുള്ളൂ. അവിടെ നമുക്ക് എന്ത് തരും? നമ്മൾ ഒരാളോട് പറഞ്ഞാൽ അവരാണ് ലെവൽ 1. നമ്മൾ ആരോടെങ്കിലും കാര്യം പറഞ്ഞിട്ട് അവരാരെങ്കിലും 360 ദിവസത്തേക്ക് സ്റ്റേക്ക് ചെയ്താൽ ആ സ്റ്റേക്ക് ചെയ്യുന്ന എമൗണ്ടിന് അവർക്ക് എന്ത് ചെയ്യും? ഡെയിലി എയർ ഡ്രോപ്പ് കിട്ടും അല്ലേ? ആ ഡെയിലി കിട്ടുന്ന എയർ ഡ്രോപ്പിന്റെ 20% കിട്ടും. ഉദാഹരണത്തിന് 10 ലക്ഷം രൂപയ്ക്ക് ഒരാൾ നമ്മൾ പറഞ്ഞിട്ട് സെറ വാങ്ങി സ്റ്റേക്ക് ചെയ്ത അയാൾക്ക് 8,000 രൂപ വെച്ച് ആവറേജ് ഡെയിലി കിട്ടും. 8,000ന്റെ 20% എന്ന് പറഞ്ഞാൽ 1,600 രൂപ ആ വ്യക്തിക്ക് ഒരു ദിവസമാണ് കിട്ടുക. ഇവിടെ സ്പോട്ട് കമ്മീഷൻ ഒന്നും ഇല്ല. 360 ദിവസം കിട്ടും. അപ്പൊ എത്രയാണ്?
30 ലക്ഷം അയാൾക്ക് 10 ലക്ഷം രൂപ നമ്മൾ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിച്ച് 30 ലക്ഷം രൂപ ഓരോ വർഷം കൊണ്ട് അയാൾക്ക് ഫ്രീ കോയിൻ കിട്ടുമ്പോൾ അതിൻ്റെ 20% എത്രയാ? 6 ലക്ഷം രൂപ നമുക്ക് കിട്ടും. നല്ല കാര്യമല്ലേ? ഇതാണ് ഫസ്റ്റ് ലെവലിൽ നിന്ന്. ഇനി അവര് ചേർക്കുന്നവര് അവർക്കും ഇതുപോലെ തന്നെ കിട്ടില്ലേ? സെക്കൻഡ് ലെവൽ. അവിടുന്ന് സെക്കൻഡ് ലെവലിൽ നിന്ന് തേർഡ് ലെവലിൽ നിന്ന് 15%. അതായത് ഈ പറഞ്ഞ 10 ലക്ഷത്തിന് അവർക്ക് 8,000 രൂപ വെച്ച് കിട്ടുമ്പോൾ അതിന്റെ 15% എന്ന് പറഞ്ഞാൽ 1,200 രൂപ കിട്ടും. അടുത്ത ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത് ലെവലിൽ നിന്ന് 10%, 7 മുതൽ 10 വരെ 5%, 11 മുതൽ 20 വരെ 2% കിട്ടും. ഇതിനെയാണ് കമ്പനിയുടെ മാച്ചിങ് ബോണസ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് ചിന്തിക്കുക, ഇവിടെ മാച്ചിങ് ബോണസ് എന്ന് ഇതിന് വിളിക്കുന്നുണ്ട് അല്ലേ? ലെവലിംഗ് എന്നല്ല പറയുന്നത്. കാരണം എന്താണ്? നമ്മളിവിടെ ചെയ്തിട്ട് ഞാൻ ആദ്യം പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യുന്നോ അത് വേണം പറയാൻ. അപ്പൊ ഇത് കിട്ടുന്നതിന് 2 ക്രൈറ്റീരിയ കൂടി കമ്പനി പറയുന്നുണ്ട്. 2 ക്രൈറ്റീരിയയിൽ ഒന്ന് ഇത്രയാണ്. ഒന്ന്, നമുക്ക് ഫസ്റ്റ് ലെവലിൽ നിന്ന് നമുക്ക് ഇൻകം കിട്ടാൻ നമ്മൾ $50 വിലയുള്ള സെറ നമ്മൾ സ്റ്റേക്ക് ചെയ്തിരിക്കണം. ഓക്കെ. രണ്ടാമത്തെ കണ്ടീഷനോ, ഒരാളെങ്കിലും നമ്മൾ റെഫർ ചെയ്താലേ ഉള്ളൂ കിട്ടുള്ളൂ. അപ്പോൾ ഒരു ലെവലിൽ നിന്ന് നമുക്ക് കിട്ടും. പക്ഷെ രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ ഒക്കെ ലെവലിൽ നിന്ന് കിട്ടണമെങ്കിൽ ഓരോ ലെവല് താഴെ നിന്ന് കിട്ടണമെങ്കിലും $50 വെച്ചിട്ട് സ്റ്റേക്കിംഗ് എമൗണ്ട് കൂടിയിരിക്കണം. അത് ഒരുമിച്ച് ചെയ്യാം. 20 ലെവലിൽ നിന്ന് കിട്ടണമെങ്കിൽ അപ്പം 50 × 20 $1000 സ്റ്റേക്കിംഗ് വന്നിരിക്കണം. അത് ഒരുമിച്ച് ചെയ്യണമെന്നില്ല, പലപ്പോഴും ആഡ് ചെയ്യാം. എന്നാൽ 20 ലെവലിൽ കിട്ടുമോ? കിട്ടത്തില്ല. കാരണം ഒരാളെ റെഫർ ചെയ്താൽ 1 ലെവലിൽ നിന്ന് കിട്ടുള്ളൂ. 2 പേരെ റെഫർ ചെയ്താൽ 5 ലെവലിൽ നിന്ന് കിട്ടും. 3 പേരെ റെഫർ ചെയ്താൽ 10 ലെവലിൽ നിന്ന് കിട്ടും. 4 പേരെ റെഫർ ചെയ്താൽ 15 ലെവലിൽ നിന്ന് കിട്ടും. 5 പേരെ ഡയറക്ടർ സ്പോൺസർ ചെയ്താൽ നമുക്ക് 20 ലെവലിൽ നിന്ന് കിട്ടും. അതുകൊണ്ടാണ് ഇതിനെ മാച്ചിങ് ബോണസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 2 ക്രൈറ്റീരിയകളും കൂടെ അപ്പൊ നമ്മൾ സ്വന്തം ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. ശരിയാണോ? അതാണ് നമ്മൾ ചെയ്ത് നമ്മൾ ഇൻകം മേടിച്ചാൽ മാത്രമേ അത് പറഞ്ഞാലേ കിട്ടുള്ളൂ. ഓക്കെ. ഇതാണ് രണ്ടാമത്തെ മാച്ചിങ് ബോണസ്. മൂന്നാമത്തെ ഇൻകം എന്ന് പറയുന്നത് ഇത് കണ്ടുവരിക്കല്ലോ. ഇതിനകത്ത് ഡീറ്റെയിൽസ് ഉണ്ട്. റെഫറൽ 1, 2 റെഫറലുണ്ടെങ്കിൽ നമുക്ക് 5 ലെവൽ വരെ കിട്ടും. 3 റെഫറലാണെങ്കിൽ 10 ലെവൽ വരെ കിട്ടും. 4 റെഫറലാണെങ്കിൽ 15 ലെവൽ വരെ കിട്ടും. 5 റെഫറലാണെങ്കിൽ 20 ലെവൽ വരെ കിട്ടും. അടുത്തത് നമുക്ക് മനസ്സിലാക്കാണ്, ഇതാണ് ഈ കമ്പനിയിലെ ഏറ്റവും വലിയ ഒരു ഇൻകം ആയിട്ട് നമുക്ക് വളരെ അട്രാക്റ്റീവായിട്ട് കിട്ടുന്ന ഒരു ഇൻകം, റാങ്കിങ് ബോണസ്. ഞാൻ പറഞ്ഞു 20ാമത്തെ ലെവലിൽ നിന്ന് അവർക്ക് കിട്ടുന്നതിന്റെ 2% അല്ലേ കിട്ടുമെന്ന് പറഞ്ഞത്, അല്ലെ 11ാമത്തെ ലെവലിൽ നിന്ന് അതല്ലേ കിട്ടുള്ളൂ. ഈ 20ാമത്തെ ലെവലിൽ നിന്ന് 50% വരെ കിട്ടും. അതല്ലേ നല്ലത്? ഇപ്പൊ ലെവലായിട്ടോ 2% കിട്ടുന്നതാണോ 50% കിട്ടുന്നതാണോ വലുത്? 50% അല്ലേ? അത് കിട്ടാൻ വേണ്ടിയിട്ട് വളരെ ഈ ഒരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് 9 റാങ്ക് ഉണ്ട്. X1 മുതൽ X9 വരെ നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. ഈ X1 റാങ്ക് മുതൽ X9 വരെ കിട്ടുമ്പം X9 ആകുമ്പോഴാണ് നമുക്ക് 50% കിട്ടുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ X1 ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടുന്ന ക്രൈറ്റീരിയ ഇതാണ്. നമ്മൾ സെറാക്കോയും നമ്മുടെ സ്വന്തം സ്റ്റേക്കിംഗ് $200 വാല്യൂ ഉള്ളത് ഉണ്ടായിരിക്കണം. രണ്ടാമതായിട്ടോ, നമ്മുടെ ഏതെങ്കിലും ഒരു ലെഗ് നമുക്ക് 5 ലെഗ് വേണ്ടുമ്പോൾ വേണമെന്ന് പറഞ്ഞാൽ രൂപയില് അതിൽ ഒരു ലെഗ് അത് $10,000 വാല്യൂ ഉള്ള സെറ ടീമിൽ സ്റ്റേക്കിംഗ് വരണം. ബാക്കിയുള്ള 4 അല്ല അതിൽ കൂടുതലുള്ള ലെഗ് ഉണ്ടല്ലോ, അതിലെല്ലാം കൂടി 3000 വന്നാൽ മതി. ഇവിടെ നിങ്ങൾ എല്ലാവരും ബൈനറി കൺസെപ്റ്റ് ചെയ്തിട്ടുള്ള ലീഡേഴ്സ് അല്ലേ? എത്ര പേര് ബൈനറി ചെയ്തിട്ടുണ്ട്? ഒന്ന് കൈവെക്കോ? ഭൂരിഭാഗം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് ബൈനറി കൺസെപ്റ്റിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എവിടെയായിരിക്കും? നമ്മള് പവർ നമ്മുടെ വീക്ക് സൈഡാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ആണല്ലോ. വീക്ക് സൈഡിലാണ് നമ്മൾ ഈ പറഞ്ഞ സംഭവം സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ വീക്ക് സൈഡില് ഇവിടെ സപ്പോർട്ട് ചെയ്ത കാര്യമുണ്ടോ? കാരണം 4 ലെഗ് കൂടി അല്ലെ അതിൽ കൂടുതലുള്ളത് ചെയ്യുന്ന 3000 ആണെങ്കിൽ ഒറ്റ ലെഗിൽ എവിടെ ചെയ്യണം 10,000. അതായത് പവർ സൈഡ് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇവിടെ നമുക്ക് റാങ്ക് അച്ചീവ് ചെയ്യും ഈ 50% വരെ മേടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമുക്ക് ഓരോന്നും നിങ്ങളുടെ
പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഇത് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. X2-ന് 50 വേണം, 30 ബിഗ് ടിവിയിൽ 30K വേണം, USDT വീക്ക് സൈഡിൽ എല്ലാം കൂടി 10K വേണം. അവിടെ നമുക്ക് 15%. അങ്ങനെ ഓരോ ലെവലിലും 5% കൂടി 50% എത്തുന്നു. പക്ഷെ ഇവിടെ വേറൊരു ലാസ്റ്റ് കാണുന്നുണ്ട്, ആക്റ്റീവ് ഇൻകം ലിമിറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മൾക്ക് റാങ്ക് അടിക്കാത്തവരെ സംബന്ധിച്ച് നമ്മുടെ ഡാഷ്ബോർഡിൽ ഒരു കമ്മീഷൻ ലിമിറ്റ് കാണും അല്ലേ? അത് നമുക്കിടെ ഒരിക്കലും പാസീവ് ഇൻകം അല്ല. പാസീവ് ഇൻകം എന്ന് പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ റിട്ടേൺ കിട്ടുന്നതാണ്. മാച്ചിങ് ബോണസും നമ്മുടെ റാങ്ക് ബോണസുമായിട്ട് നമുക്ക് കിട്ടുന്നത് നമുക്ക് കമ്മീഷനാണ്. ആ കമ്മീഷന്റെ ലിമിറ്റ് റാങ്ക് അടിക്കാത്തവരെ സംബന്ധിച്ച് 2x ആണ്. അതായത് അവർ ഇൻവെസ്റ്റ് ചെയ്ത സെറയുടെ ഇരട്ടി വരെ കിട്ടുള്ളൂ. പിന്നീട് അത് കൂടണമെങ്കിൽ X1 റാങ്ക് അടിച്ചാൽ അത് 3 ഇരട്ടിയായിട്ട് വർദ്ധിക്കും. X4 എത്തിയാൽ അത് X4 പോലും മേളിലുള്ളതാണെങ്കിൽ 4 ഇരട്ടിയായിട്ട് മാറും. ഇത് വേറൊരു കാര്യം. പിന്നെ കമ്മീഷൻ ലിമിറ്റ് വർദ്ധിക്കാൻ വേറൊരു കാര്യം കൂടെ ചെയ്താൽ അത് എത്ര പേർക്ക് അറിയാമെന്നുള്ളതാണ്? ആർക്കെങ്കിലും അറിയോ? നമുക്ക് ഇത് കൂടാതെ നമുക്ക് ബേൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു സെറ ബേൺ ചെയ്താൽ 5 ഇരട്ടി നമുക്ക് കമ്മീഷൻ ലിമിറ്റ് വർദ്ധിക്കും. അത് കൂടുതൽ പലർക്കും അറിയില്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോളൂ. നമുക്ക് സ്റ്റേക്കിംഗ് ഉണ്ട്. കാരണം സ്റ്റേക്കിങ്ങിന് ലിമിറ്റ് ഉണ്ട്. റാങ്ക് അച്ചീവ് ചെയ്യാത്തവർക്ക് 6 തവണയെ സ്റ്റേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. റാങ്ക് അച്ചീവ് ചെയ്തവർക്ക് 12 തവണയെ സ്റ്റേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ബേൺ ചെയ്ത് നമ്മുടെ കമ്മീഷൻ ലിമിറ്റ് വർദ്ധിക്കാനുള്ള ഒരു അവസരമുണ്ട്. ഓക്കെ, അടുത്ത ഇൻകം എന്ന് പറയുന്നത് സെയിം അല്ലെ അപ്പർ റാങ്ക് ബോണസ്. ഇത് വേറെ ഒന്നുമില്ല, 4ാമത്തെ റാങ്ക് മുതൽ നമുക്ക് നമ്മുടെ താഴെയുള്ള റാങ്ക് അച്ചീവ് ചെയ്തത്. ഇപ്പം 4ാമത്തെ റാങ്കാണ് ഞാൻ അച്ചീവ് ചെയ്തത്, എൻ്റെ താഴെ 9ാമത്തെ റാങ്കുകാരനാണെങ്കിൽ നിൽക്കുന്നതെങ്കിലും അല്ലെങ്കിൽ X9 ആണ് നിൽക്കുന്നതെങ്കിലും അവിടെ നിന്ന് അവർക്ക് കിട്ടുന്ന റാങ്ക് ബോണസിന്റെ 10% കിട്ടും. മനസ്സിലായോ? ഇതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ X1 നിൽക്കുമ്പം നമ്മുടെ താഴെ X1 വന്നാൽ നമുക്ക് ആ ടീമിൽ നിന്ന് റാങ്ക് ബോണസ് കിട്ടത്തില്ല, ഗ്യാപ്പ് ബോണസ് ഇല്ലാത്തതുകൊണ്ട്. അപ്പം അതിനെ കവർ ചെയ്യാൻ പറ്റിയ ഒരു ഇൻകമാണിത്. അടുത്ത നമുക്ക് കോൺട്രിബ്യൂട്ടർ ബോണസ്, മറ്റ് റിവാർഡ്സ് ഉണ്ട്. ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല, സമയം കുറവായതുകൊണ്ട്. അപ്പം ഇവിടെ നമുക്ക് കമ്പനിയുടെ ഇത് പറഞ്ഞല്ലോ, വിസ കാർഡ്, ബാങ്ക്സ് ഇന്റഗ്രേഷൻ, ടോക്കൺ വിഡ്രോവല്, ഇതെല്ലാം അദ്ദേഹം പറഞ്ഞിരുന്നു. ആദ്യത്തെ വീഡിയോയിൽ കൃത്യമായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്താണ്, നമുക്ക് മറ്റ് കമ്പനികളുമായിട്ട് ടൈപ്പ് ചെയ്തു വന്നു. ഞാൻ പറഞ്ഞു ഇതെല്ലാം വിനിമയത്തിന് വേണ്ടിയിട്ട് കറൻസി വന്നിരിക്കുന്നതാണ്. ഇവിടെ 100% സ്മാർട്ട് കോൺട്രാക്ട് ഫുള്ളി ഡീസെൻട്രലൈസ്ഡ് ആയിട്ടാണ്. ഓക്കെ, ഇനി നമ്മൾ സ്റ്റേക്ക് ചെയ്യുന്ന എവിടെയാണ്? കമ്പനി തന്നെയാണോ? അല്ല, തേർഡ് പാർട്ടി. പിങ്ക് ലോക്കർ എന്ന് പറഞ്ഞാൽ ഡീസെൻട്രലൈസ്ഡ് ലോക്കറിലാണ് ചെയ്യുന്നത്. ഇതിനകത്തൊരു സംശയമുള്ളത്, അത് നമ്മൾ വേറെ ആൾക്ക് കൊടുത്തിട്ടാണോ ചെയ്യണമെന്ന്? ഒരിക്കലുമല്ല, നമ്മുടെ ഉടമസ്ഥാവകാശത്തിലാണ്. ഞാനത് കാണിച്ചു തരാം. അപ്പൊ ഇവിടെ ഫൈനലായിട്ട് 21 മില്യൺ ടോക്കൺ ഉണ്ടാകും. അതിൽ 10% ആർക്കാണ്? ഡെവലപ്പർക്ക്. ഇപ്പൊ അവർ മാറ്റി വെച്ചിട്ടുള്ളൂ? ഇല്ല, അവര് നമ്മളെ പോലെ ലോക്കറിൽ വെച്ചിരിക്കുകയാണ്. 10 കൊല്ലം കൊണ്ടാണ് അവർക്ക് തരുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ഇതിന്റെ ഗ്യാരണ്ടി. അപ്പൊ ഇനി അടുത്തതായിട്ട് ഞാൻ ജസ്റ്റ് പെട്ടെന്ന് ഒരു കാര്യം കൂടി ഞാൻ കാണിച്ചിട്ട് ഞാൻ നിർത്തിക്കോളാം. അതിന് ഞാൻ താഴെ ഇറങ്ങി വരാം. ഇതില് എല്ലാവർക്കും ആർക്കെങ്കിലും സംശയങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇവിടെ ഇപ്പൊ ഞാൻ കാണിച്ചിരിക്കുന്നത് നോക്കുക, 2027 മേജർ ഗ്ലോബൽ ഫിൻടെക് ആൻഡ് ഇ കൊമേഴ്സ് ലെൻഡേഴ്സ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ഫിൻടെക് കമ്പനികളുമായിട്ടുള്ള ടൈപ്പ്. ഇത് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഇതാണ് നമ്മളെ സംബന്ധിച്ച് വളരെയധികം മോട്ടിവേഷൻ എടുക്കുന്ന ഒരു കാര്യം. അടുത്തത് 2028. ഇത് കണ്ടോ, ഇവിടെ എന്താ കാണിച്ചിരിക്കുന്നത്? ടയർ 1 എക്സ്ചേഞ്ചിന്റെ ലിസ്റ്റ്. ഇത് രണ്ടുമാണ് ഞാൻ ആദ്യം ഒന്ന് കാണിച്ചത്. ഇനി ഞാൻ എൻ്റെ ഫോണൊന്ന് നിങ്ങൾക്ക് മിറർ ചെയ്ത് കാണിക്കാം.
ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഫോണ് ഇവിടെ കാണാമെന്ന് കരുതുന്നു. ഈ ഫോണിൽ കാണാം സേഫ്പാൽ ഉണ്ട്, ടോക്കൺ പോക്കറ്റ് ഉണ്ട്, ട്രസ്റ്റ് വാലറ്റ് ഉണ്ട്, AVE.ai എന്ന് പറഞ്ഞിട്ട് കോയിൻ മാർക്കറ്റ് ഉണ്ട്, ബിനാൻസ് ഉണ്ട്. അപ്പം ഇതിനകത്ത് നമുക്ക് ഏത് കോയിനും ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് AVE.ai. പ്ലേ സ്റ്റോറിൽ പോയി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇത് ഞാനൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഇതിനകത്ത് നമ്മളിപ്പോൾ സമയം കഴിഞ്ഞ് നമ്മുടെ സെറാ കോയിൻ മാത്രം. ഇത് തന്നെ ഏറ്റവും എനിക്ക് കാണിക്കാനുള്ളത്. മാവുള്ള മാങ്ങയില് അല്ല, മാങ്ങയുള്ള മാവേല് കല്ലേറ് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞ പോലെ സെറാ കോയിന്റെ വ്യാജന ഇറങ്ങിയേക്കണ കണ്ടോ? അപ്പൊ സെറാ കോയിനിൽ എന്തെങ്കിലും ഉണ്ടായിട്ടായിരിക്കുമല്ലോ. ഞാൻ സമാനമായിട്ടുള്ള മറ്റൊരു കമ്പനിയുടെ ഒരു ടോക്കൺ ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങളെ എടുത്ത് കാണിക്കാം. അതിന്റെ ഈ കോയിൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഈ കോയിന്റെ ഡീറ്റെയിൽ ഒന്ന് ഞാൻ എടുത്ത് കാണിക്കുകയാണ്. ഇതാണ് അതിന്റെ വില. ആകെ നടന്ന ട്രാൻസാക്ഷൻ ഇതാണ്. 3 മാസം മുമ്പ് ആണ് ട്രാൻസാക്ഷൻ. ഇത്രേ ഉള്ളൂ. കോടികൾ കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണിത്. ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതാണ് ഒരു ടോക്കണിന്റെ അവസ്ഥ. അവർ ടോക്കൺ ഇതുവരെ തുടങ്ങുന്നു പറഞ്ഞു. ഇത്രേ ഉള്ളൂ. അവിടെയാണ് സെറയുടെ. ഇനി നിങ്ങളൊന്ന് നോക്കുക. സെറ ടോക്കൺ 28.44 ഇപ്പോൾ വിലയായിട്ടില്ലേ? ഓരോ നിമിഷവും കണ്ടോ അൺലിമിറ്റഡ് ആയിട്ട് ട്രേഡിംഗ് നടക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഇതിന്റെ ഹോൾഡേഴ്സ് നോക്കിയാൽ കാണാം 9424. ഇതിപ്പോ അറിയാൻ വേണ്ടിയിട്ട് കമ്പനി സുതാര്യമാണ്. ഇപ്പൊ നമ്മുടെ എല്ലാവരും ഡാഷ്ബോർഡിൽ പുതിയൊരു സംവിധാനം വന്നിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഇതേ സംഭവം തന്നെ കാണാൻ കഴിയും. എത്രയുണ്ട് അൺലോക്ക് ഹോൾഡേഴ്സ്, ടോട്ടൽ ഹോൾഡേഴ്സ് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതാണിത്. ഡീറ്റെയിലിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം 21 മില്യൺ കഴിഞ്ഞാണ് ടോട്ടൽ സപ്ലൈ. അതിന്റെ കോൺട്രാക്ടർ അഡ്രസ് കിട്ടും. ഇത് നമുക്ക് കാണാം. സെറാ ഈസ് എ ഗ്ലോബൽ എക്കോസിസ്റ്റം ഡിസൈൻഡ് ടു എംപവർ ബോത്ത് മർച്ചന്റ്സ് ആൻഡ് കസ്റ്റമേഴ്സ്. ഞാൻ ആദ്യം പറഞ്ഞു കസ്റ്റമേഴ്സിനെ കൺസ്യൂമേഴ്സിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ഇതിന്റെ മാർക്കറ്റിൽ താഴെ പോയാൽ ട്രേഡ് നടക്കുന്നതിന്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ലിക്വിഡിറ്റി. ഇതിന്റെ ലിക്വിഡിറ്റി നോക്കിയാൽ കാണാം. എത്രയുണ്ട്? 3.38 മില്യൺ ഡോളർ ഇതിന്റെ ലിക്വിഡിറ്റി കിടക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് കിടക്കുന്ന കാണാം പാൻകേക്ക് സാപ്പിന്റെ എംബ്ലമാണ്. അതിനകത്ത് WBNB ആയിട്ടാണ് കാണാലോ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ, കിടക്കുന്ന അടുത്ത എന്താണ്? കോയിൻ മാർക്കറ്റ് ക്യാപിൽ ലിസ്റ്റ് ചെയ്ത് ഇതായിട്ടാണ്. കോയിൻ മാർക്കറ്റ് ക്യാപ്പ് അമേരിക്കൻ കമ്പനിയാണ്, മറ്റേതോ ജപ്പാന്. അപ്പൊ അവിടെ USDT ആയിട്ടും BNB ആയിട്ടും ലിക്വിഡിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അത് ലോക്ക്ഡ് ആണ്. കണ്ടോ? ആ ലോക്ക്ഡ് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. എന്നാണ് 9/1/2029 വരെ ലോക്ക്ഡ് ആണ് എക്സ്ചേഞ്ചിൽ. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു കാര്യത്തിനകത്ത് നേരെ പോയാൽ ഇതിനകത്ത് റിസ്ക് എന്ന് പറഞ്ഞതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓഡിറ്റിംഗ് റിപ്പോർട്ട് കിട്ടും. ഓഡിറ്റിംഗ് റിപ്പോർട്ടിൽ നോക്കിയാൽ കാണാം USDTയുടെ നിങ്ങൾക്ക് ഓഡിറ്റിംഗ് റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ കാണാം 20% റിസ്ക്. ഏത് ക്രിപ്റ്റോ കറൻസിക്കും 20% മിനിമം റിസ്ക് പറയുന്നുണ്ട്. അതേ ഉള്ളൂ ഇവിടെ. പക്ഷെ ബിറ്റ്കോയിൻ എടുത്താൽ 45%, 50% റിസ്ക് കാണാൻ പറ്റും. ഇതിന്റെ ഓണർഷിപ്പ് കണ്ടോ റിനൗൺസ്ഡ് ആണ്. ഇവിടെ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം നിങ്ങളെ. ഞാൻ ആദ്യം കാണിച്ച കോയിൻ്റെ തന്നെ ഒരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിന്റെ ഉടമസ്ഥാകുന്നത്. ഇതിന്റെ റിസ്ക് ഒന്ന് നോക്കിക്കേ. 40% മാത്രമല്ല, എന്റെ ഓണർ നോക്കി ഒരു വാലറ്റ് അഡ്രസ് ആണ് പോകുന്നത്. ഇവിടെ ലോക്കഡ് 0% ആണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് നമ്മുടെ കോയിനിലേക്ക് തന്നെ തിരിച്ചു പോവാം. ഒരു കമ്പാരിസൺ ഞാൻ നടത്തിയതാണ്. ഇവിടെ നമ്മുടെയൊക്കെ സാധ്യത എത്രമാത്രം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പണിയെടുക്കാത്തതുകൊണ്ടാണ് നമുക്ക് കിട്ടാത്തത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ടോട്ടൽ സപ്ലൈ 3,10,00,000 കോയിന്. അതിനകത്ത് നോക്കിയാൽ കാണാം ഫസ്റ്റ് പിങ്ക് ലോക്കറിൽ എത്രയുണ്ട്? 88.22% കോയിന് അവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ കമ്പനിയുടെ കൂടിയില്ല. 2 ബ്ലാക്ക് ഹോളിൽ പേടി മെക്കാനിസത്തിൽ തിരിച്ചെടുക്കാൻ പറ്റാതെ പോകുന്ന 10.46. ഇപ്പൊ കൂട്ടിയാൽ എത്രയായി? 98.68% ഇവിടെ സർക്കുലേഷൻ ചെയിനിലില്ല. ബാക്കി എത്രയുണ്ട്? 1.1
3-2% മാത്രമേ ഉള്ളൂ. അതാണ് കോയിന് വാല്യൂ ഇത്ര കൂടി നിൽക്കാനുള്ള ഒരു കാരണം. അതിനകത്ത് നിങ്ങൾ നോക്കുക ഏത് എക്സ്ചേഞ്ചിലാണ് നമുക്കെന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇന്ന് രാവിലെ ഇതല്ലായിരുന്നു, 4ാമത്തെ ഇത് കണ്ടോ, അത് പാൻ കേക്ക് ഷാപ്പിലാണ്. എത്ര ശതമാനമുണ്ട്? 19% ഉണ്ട്. അതിന്റെ മേളിൽ 93% ആരുടെ കയ്യിലാണ്? വേറൊരു വാലറ്റില്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ വാലറ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇത് പലപ്പോഴും 4ാം സ്ഥാനത്തേക്ക് മാറി പറഞ്ഞു വരാറുണ്ട്. അതിനർത്ഥം എന്താ? ഞാൻ ആദ്യം പറഞ്ഞു ഡെയിലി 8500 കോയിൻ ഒരു വാലറ്റിലേക്ക് പോകുന്നുണ്ടെന്ന് അല്ലേ? അതെന്തിനാണ്? ഈ പറയുന്ന ലിക്വിഡിറ്റി, വിസ കാർഡിൽ ലിക്വിഡിറ്റി കീപ്പ് ചെയ്യണ്ടേ, മാസ്റ്റർ കാർഡിൽ കീപ്പ് ചെയ്യണ്ടേ, പേപ്പാലിൽ കീപ്പ് ചെയ്യണ്ടേ, പിന്നെ കമ്പനിയുടെ പ്രൊമോഷൻ എക്സ്പെൻസ് വേണ്ടേ? ഇതിനെല്ലാം എക്സ്ചേഞ്ച് വന്ന് സാഫ് ചെയ്യുമ്പോൾ അവരുടെ കയ്യിൽ കോയിൻ കുറയുമ്പോൾ എന്ത് ചെയ്യും? അത് 4ാം സ്ഥാനത്തേക്ക് വരും. മനസ്സിലായോ? സർക്കുലേഷൻ ചെയ്യില്ല. ഇത് നമ്മളൊന്ന് വാച്ച് ചെയ്തിരുന്നാൽ തന്നെ നമ്മുടെ കോൺഫിഡൻസ് ഉയരും. കാരണം എന്തുകൊണ്ടാണ് സെറാക്കോയിന് ഇപ്പൊ പെട്ടെന്ന് ഒരു സ്റ്റേബിൾ ആയിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ വാലറ്റിൽ ചെല്ലുന്ന കമ്പനി എക്സ്ചേഞ്ച് വന്ന് സാപ്പ് ചെയ്യുന്നുണ്ട്. കാരണം കമ്പനിക്ക് എക്സ്ചേഞ്ചിനെ പൈസ എടുക്കാൻ പറ്റുള്ളൂ. അത് ഇപ്പൊ സാപ്പ് ചെയ്യുന്ന പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ പലരും പറയും കമ്പനിയുടെ കയ്യിൽ കോയിൻ ഇരുന്ന കമ്പനി ഒറ്റയടിക്ക് വന്ന് ലിക്വിഡിറ്റി എടുത്തോണ്ട് പോകുന്നു. ഇല്ല, കമ്പനി ആവശ്യാനുസരണം ലിക്വിഡിറ്റി വിനിയോഗിക്കുന്നുണ്ട്. അവന്റെ കയ്യിൽ ബൾക്കായിട്ട് ഇരിക്കാൻ പോകുന്നില്ല. ഇത് നമ്മുടെ ഒരു കോൺഫിഡൻസിന് കാരണമാണ്. ഓക്കെ, ഇനി അടുത്ത കാര്യം വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ഞങ്ങൾ തീർത്തേക്കാം. ഈ പിങ്ക് ലോക്കറിൽ ലോക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് അല്ലാതെ വെബ്സൈറ്റിലൊക്കെ പോകാൻ നിങ്ങളെ പലരും പഠിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് പറയുന്ന ഒരു പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, BB20 ഒക്കെ ശരിയാണ്, കാര്യമാണ്, ബിനാൻസിലുണ്ടോ എന്ന് അല്ലേ? ബിനാൻസിലെ ഓപ്പൺ ട്രേഡിങ്ങിൽ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്പനി തന്നെ പറയുന്നുണ്ട് 2029 ഫസ്റ്റ് അല്ലേ, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്, സോറി 2020 ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വാർട്ടർ. അപ്പൊ പക്ഷെ ബിനാൻസിൽ ഇത് നോക്കുന്നു, ബിനാൻസ് ഒരു ഓപ്പൺ എടുക്കാണ്. ബിനാൻസ് KYC കൊടുത്തേ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ബിനാൻസിൽ ഞാൻ സെറാ ടോക്കൺ ഒന്ന് സെർച്ച് ചെയ്യുകയാണ്. സെറാ ടോക്കൺ സെർച്ച് ചെയ്യുന്നു. അതിന്റെ വില നോക്കുക, ഡോളറിൽ 28.36 കാണിക്കുന്നതിന് തൊട്ട് താഴെ ഏത് എന്താണ് ഇത് വില കാണിക്കുന്നത്? ഏത് കറൻസിയിലാണ് കാണിക്കുന്നത്? ഇന്ത്യൻ കറൻസി. ഇനി ഞാൻ ഇതൊന്ന് പിന്നോട്ടെടുത്ത് എൻ്റെ വാലറ്റ് ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സേഫ്പാൽ വാലറ്റ് തന്നെ ഇതിൽ കണക്ട് ചെയ്തിട്ട് ഞാൻ അതൊന്ന് എടുക്കുകയാണ്. വാലറ്റ് ഇപ്പൊ കാണാം 2,68,474 ഈ വാലറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. രൂപ അസറ്റ് കാണിക്കുന്നുണ്ട് ഈ കണക്ട് ചെയ്ത അതിൽ. എനിക്ക് വേറെ വാലറ്റ് ഉണ്ട്, പക്ഷെ ഇതിനകത്ത് ഇപ്പൊ അസറ്റ് കാണിക്കുന്നത് 2,68,474 അപ്പൊ അതെന്തൊക്കെയാണെന്ന് നോക്കാം. താഴെ ഏറ്റവും താഴെ കണ്ടോ അസറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ കൊടുമ്പം നമുക്ക് അസറ്റ് ടോക്കൺ ആയിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇപ്പൊ എൻ്റെ USDT ഏതാണ്ട് 1,400 രൂപയുടെ ഉള്ളൂ. BNB ഏതാണ്ട് 185 രൂപ, ഒരു 1,600 കൂട്ടാം. സെറാ ടോക്കൺ വളരെ നിസ്സാരം 32 രൂപ ഇല്ല, തീർന്നു കഴിഞ്ഞ ദിവസം. അപ്പൊ ഏതാണ്ട് 1,600 രൂപയുടെ ടോക്കണേ എൻ്റെ കയ്യിലുള്ളൂ. ശരിയാണോ? അപ്പൊ മേളിലെ അസറ്റ് കാണിക്കുന്നതോ 2,68,000. അപ്പൊ ബാക്കി 2,66,000 എവിടെയാ? ഇതിന്റെ കാണാൻ നിങ്ങൾക്ക് കാണാം. ടോക്കൺസിന്റെ തൊട്ടടുത്ത് തന്നെ ഡെഫി കാണാം. അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിങ്ക് സെയിൽ കാണാം. പിങ്ക് സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞില്ലേ പിങ്ക് സെയില്. അപ്പൊ ഈ വാലറ്റ് കണക്ട് ചെയ്തിട്ട് വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ ഇത് കാണിക്കോ? ഇനി അവിടെ കീപ്പ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് നോക്കൂ. സെറാ ടോക്കൺ അത് വിഡ്രോവൽ വരുന്ന ഓരോ ദിവസവും. ഇതിലപ്പുറം നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വേണോ? അപ്പൊ ഇത്രയും നേരം എല്ലാവരും എനിക്ക് അവസരം തന്നതിന് എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസങ്ങൾ നൽകും. ജയ് സെറാ.